എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഉണ്ണിമോളെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഉണ്ണിമോളെ ഇല്ലാതാക്കാൻ നോക്കിയ ആ ഗുണ്ടകൾക്ക് അവർക്ക് അങ്ങനെ മോക്ഷം കിട്ടുവാണ്. അവരുടെ ദേഹത്തെ ആ വസൂരി പോലുള്ള കുത്തുകളൊക്കെ പുഴയെ മുങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴത്തേനും പോയി. പെട്ടെന്ന് അവർക്ക് എന്തെന്നില്ലാത്ത അത്ഭുതമാ തോന്നിയത്. പമ്പയിൽ പോയി മുങ്ങിയാലോ കുറയുള്ളെന്ന് പറഞ്ഞു. പക്ഷേ ഈ ഗിരിദേവനെ പറഞ്ഞ് ഈ പുഴയെ മുങ്ങിയാലും മതിയെന്ന്, പമ്പയാന്ന് വിചാരിച്ച് ഇവിടെ മുങ്ങിയാൽ മതിയെന്ന്. അങ്ങനെ അവർക്ക് സന്തോഷം അടക്കാൻ പറ്റില്ല. അവരോടി മുകളിലേക്ക് കയറി വരുവാണ്. പിന്നീട് ഗിരിദേവന്റെ ഭാവയുടെ ഉണ്ണിമോളുടെ മുന്നിൽ നിൽക്കുകയാണ്. കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, അയ്യപ്പസ്വാമിയെ കാത്തു രക്ഷിച്ചേ, അയ്യപ്പ ഭഗവാനെ ഞങ്ങളുടെ മേത്തെ ഈ പാടുകളെല്ലാം മാറ്റി തന്നെ. ഒരുപക്ഷെ ഞങ്ങൾ ഇവിടെ കിടന്ന് മരിച്ചു പോയാലും ശബരിമല പോലും ഞങ്ങൾക്ക് എത്താൻ പറ്റില്ലായിരുന്നു. പിന്നീട് ശരണം വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങള് അയ്യപ്പസ്വാമി നിന്നെ അങ്ങനെ കാണാനായിട്ട് അങ്ങോട്ട് വരുവാന്ന് പറയാണ്. ആ സമയം പുഴയില് മുങ്ങിപ്പോയ ഉണ്ണിമോളുടെ ആ നെയ്ത്തേങ്ങ, അതായത് വിനോദിന്റെ കയ്യിൽ നിന്ന് പോയ ഇരുമുടിക്കെട്ട് പൊങ്ങി വരുവാണ്. അങ്ങനെ അത് പൊങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗിരിദേവൻ അത് പോയി എടുത്തോണ്ട് വരുവാണ്. എടുത്തോണ്ട് വന്ന് അവരിൽ ഒരാളുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ എന്താളും മലയ്ക്ക് പോവല്ലേ, ഒരു കാര്യം ചെയ്യാം. ഇതില്ലാത്തതിന്റെ പേരിലാണ് ഉണ്ണിമോടെ അച്ഛനെ ശബരിമലയ്ക്ക് പോവാതെ തിരികെ പോയത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ നെയ്ത്തേങ്ങ ഇരുമുടി കിട്ടും അത് ശബരിമലയിൽ എത്തിക്കണമെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ അവർ പറഞ്ഞു, ശരിയാ, ഞങ്ങൾ ഒത്തിരി പാപങ്ങളൊക്കെ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. പക്ഷെ ഇനി ഒരിക്കലും ഞങ്ങൾ ഒരു പാവങ്ങളും ചെയ്യത്തില്ല. ഞങ്ങൾക്ക് മനസ്സിലായി എല്ലാം ദൈവം കാണുന്നുണ്ടെന്ന്, എല്ലാം അയ്യപ്പ ഭഗവാൻ കാണുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങള് അതിന് പ്രായച്ചിത്തം എന്നോണാണ് പോകുന്നത്. ഈ ഇരുമുടിക്കെട്ട് ഞങ്ങള് ശബരിമലയിൽ എത്തിക്കും എന്നും പറഞ്ഞിട്ട് അവര് ഇരുമുടിക്കെട്ടും താങ്ങി അവര് പോവുകയാണ്. ഈ സമയം അനസൂയ എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ വീട്ടിലിരിക്കുക. അനസൂയയുടെ മനസ്സിലൊരു വടംവലി തന്നെ നടക്കുവാണ്. ഉണ്ണിമോളെ കുറിച്ചും സ്വന്തം വയറ്റി വളരുന്ന കുഞ്ഞിനെ കുറിച്ചും. അപ്പോഴേക്കും മിനി അങ്ങോട്ട് വന്നു. മിനി വന്നിട്ട് ചോദിച്ചു, അനസൂയ നീ എന്താ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കണമെന്ന് ചോദിക്കാം. എനിക്ക് അറിയത്തില്ല എന്ത് ചെയ്യണമെന്ന് ചേച്ചി, ആകെപ്പാടൊരു വിഷമാന്ന് പറയാണ്. ഉണ്ണിമോളുടെ ജീവനെ കുറിച്ച് ഓർത്തിട്ട് അതിനെക്കുറിച്ചുള്ള ആദി, വയറ്റി വളരുന്ന കുഞ്ഞിനെ കുറിച്ചോ അതും ഒരു ആദി തന്നെയാ. എനിക്ക് ആരെ സ്നേഹിക്കണമെന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഉണ്ണിമോൾക്ക് പകരമാണ് ദൈവം ഒരുപക്ഷെ എന്റെ വയറ്റി വളരുന്ന കുഞ്ഞിനെ തന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ കുഞ്ഞിനെ സ്നേഹിക്കാൻ കഴിയോ? ഉണ്ണിമോള് പോയിട്ട് ആ കുഞ്ഞും വയറ്റി ജനിച്ചുകൊണ്ട് എനിക്ക് ഉണ്ണിമോളെ കിട്ടത്തില്ലോ എന്ന് പറയാ. ഇത് കേട്ടതും മിനി പറഞ്ഞു, എനിക്കും എന്തും മറുപടി പറയണമെന്ന് അറിയത്തില്ല അനസൂയെ. എനിക്ക് ഉണ്ണിമോള് വേണോ നിന്റെ വയറ്റി വിടുന്ന കുഞ്ഞു വേണമെന്നും അറിയത്തില്ല. ഉണ്ണിമോള് പോയാലും നമുക്ക് നഷ്ടമല്ലേ. കാരണം ഉണ്ണിമോളെ നമ്മളെല്ലാരും അത്രമാത്രം ഇപ്പൊ സ്നേഹിക്കുന്നില്ലെന്ന് ചോദിക്കുക. അങ്ങനെ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും തങ്ങളുടെ വിഷമങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. പെട്ടെന്നാണ് യമദേവൻ അങ്ങോട്ട് വരുന്നത്. യമദേവൻ നേരെ വന്ന് മിനിയുടെ ശരീരത്തിലേക്ക് കയറുക. പെട്ടെന്ന് മിനിയുടെ ഭാവമൊക്കെ അവിടെ മാറി. സട കുടഞ്ഞ് എഴുന്നേറ്റ് പോലെ മിനി പെട്ടെന്ന് ചാടി പറഞ്ഞു, അല്ല അനസയെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു പക്ഷെ ഉണ്ണിമോൾക്ക് പകരമല്ലേ ഈ കുട്ടീനെ തന്നേന്ന് പറയുന്നേ. അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ, ഉണ്ണിമോളെ കുറിച്ചുള്ള ചിന്തകൾ മനസ്സിൽ നിന്ന് കള. പകരം നീ നിന്റെ വയറ്റി വളരുന്ന കുഞ്ഞിനെ കുറിച്ച് ആലോചിച്ചാൽ മതിയെന്ന് പറയണം. അയ്യോ ചേച്ചി എന്താ ഇങ്ങനെ പറയണേ, ഞാൻ നോക്കിയിട്ട് അതാ നല്ലത്. ഉണ്ണിമോൾ ജനിച്ചതിന് ശേഷം വിനോദിന് കഷ്ടകാലമായിരുന്നു ഉണ്ടായിരുന്നേ. പക്ഷേങ്കിലോ ഇപ്പൊ നിന്റെ വയറ്റില് ഒരു കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ നിനക്ക് നല്ല കാലമല്ലേ വന്നേ. 2 കോടി രൂപയുടെ സ്വത്താ നിനക്ക് കൈവന്നേ. എന്തൊക്കെ സൗഭാഗ്യങ്ങളാ കൈവന്നേ. അതുകൊണ്ട് ഞാൻ നോക്കിയിട്ട് നിന്റെ വയറ്റി വളരുന്ന കുഞ്ഞിനെ തന്നെ നീ സംരക്ഷിക്കണം. അപ്പൊ ഉണ്ണിമോളൊക്കെ എന്താണ് ഒരു വിധിയുണ്ട്. അവള് മരിക്കുവാണോ മരിക്കട്ടെ, ആ കാര്യത്തിൽ നീ ടെൻഷൻ അടിക്കണ്ട. ഇനിയിപ്പോ നിനക്ക് ദൈവം ഒരു കുഞ്ഞിനെ തന്നല്ലോ, അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി എന്ന് പറയണം. അനസൂയക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. മിനിയുടെ ശരീരത്തിൽ ഇരുന്ന് യമദേവനായി കാര്യങ്ങൾ പറയണമെന്ന് അനസൂയക്ക് അറിയില്ലോ. അനസൂയ ഓർക്കുന്ന മിനിച്ചേച്ചി ഇത് പറയണേ. മിനിച്ചേച്ചി പറയുന്നതിലും കാര്യമുണ്ട്. ഒന്നുമല്ലേലും നിന്റെ ചോരയല്ലേ അനസൂയത്. അപ്പൊ നിനക്ക് പിന്നെ ഇതിനോടല്ലേ ഇത്തിരി താല്പര്യം കൂടുതൽ കാണുന്നേ. ഉണ്ണിമോളെ കുറിച്ച് നീ ചിന്തിക്കുക പോലും വേണ്ടെന്നാ പറയണേ. അവസാനം അനസൂയ പറഞ്ഞു, എനിക്കും അങ്ങനെയൊക്കെ ചിന്ത വരുന്നുണ്ട്. ഇപ്പൊ എന്ത് ചെയ്യണമെന്നും അറിയത്തില്ല. ഒരു പക്ഷെ വിനോദേട്ടൻ അറിഞ്ഞു കഴിയുമ്പോ എന്താ സംഭവിക്കുമെന്ന് അറിയത്തില്ല. ഉണ്ണിമോള് മരിച്ചു പോകുന്നോണ്ട് എനിക്ക് സങ്കടമുണ്ട്. പക്ഷേങ്കില് അതെ, അത് ശരിയാ, നീ പറഞ്ഞ് ശരിയായിട്ടുള്ള കാര്യം. വിഷമമുണ്ട് എന്നും പറഞ്ഞോണ്ട് നിന്റെ വയറ്റി വളരുന്ന കുഞ്ഞാ ഇനി ജീവിച്ചിരിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് മിനി അങ്ങോട്ട് പോവാണ്. അനസൂയ ആകെപ്പാട് ടെൻഷൻ അടിച്ചിങ്ങനെ ആലോചിച്ച് വയ്ക്കുക. എന്താ ചെയ്യണ്ടേ, എന്താ പറയണ്ടേ. ആകെപ്പാട് ഒരിടത്തും ഒന്നും എത്താത്ത ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുവാണല്ലോ എന്നോർക്കുവാണ്. ആ സമയത്ത് ഉണ്ണിമോള് ഗിരിദേവന്റെ മാവയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. എന്നിട്ട് പറഞ്ഞു, ഈ ഇടയായിട്ട് നിങ്ങൾ എന്നിൽ നിന്ന് എന്തൊക്കെയോ ഒളിപ്പിച്ചു വെക്കുന്നുണ്ടെന്ന് പറയാ. എന്ത് എനിക്കറിയത്തില്ല. എന്നോട് എന്തൊക്കെയോ പറയാതിരിക്കുന്നുണ്ട്. നേരത്തെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. നിങ്ങൾ എന്ത് കാര്യം ഉണ്ടല്ലോ എന്നോട് പറയായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. നിങ്ങൾ എന്നോട് ഒരു കാര്യം പോലും പറയുന്നില്ല. എനിക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ എന്ന് പറയണം. ഇത് കേട്ടതും ഗിരിദേവനും ഭാവയും പരസ്പരം ഒന്ന് നോക്കണം. ഭാവ പറഞ്ഞു, ഉണ്ണിമോളോട് ഞങ്ങൾ എന്ത് കാര്യമാണ് പറയാത്തെ? എന്താ നിങ്ങൾ എന്നോട് പറയുന്നത്? ഇപ്പൊ ഒന്നും പറയുന്നില്ലോ. ഇത് ഗിരിദേവൻ പെട്ടെന്ന് പറഞ്ഞു, അല്ല ഉണ്ണിമോളോടൊപ്പം എപ്പോഴും ഞങ്ങളല്ലേ സ്കൂളിൽ പോലും പോകാതെ വീട്ടിൽ പോലും പോകാതെ എപ്പോഴും ഉണ്ണിമോളോടൊപ്പം അല്ലേ ഞങ്ങൾ നടക്കണമെന്ന് ചോദിക്കും. ഉണ്ണിമോള് പറഞ്ഞു, അതാ അങ്ങനെ വരട്ടെ. സ്കൂളിലും വീട്ടിലും പോകാതെ നിങ്ങൾ എന്നോടൊപ്പം ഈ കഴുകപ്പൊരിയിൽ എന്തിനാ നിൽക്കണേ?
ഞാൻ ഇതിനെ കഴകപ്പുര നിൽക്കുന്നേ, ഇതൊന്നും എനിക്ക് മനസ്സിലാവാത്ത കാര്യമാണ്. അതിനൊക്കെയുള്ള ഉത്തരം ഗിരിദേവനും ഭാവിക്കും അറിയാം. പക്ഷെ നിങ്ങൾ എന്നോട് പറയാത്ത എനിക്കാണ് അതിനുള്ള ഉത്തരം കിട്ടണമെന്ന് പറയണം. ഇത് കേട്ടുകഴിഞ്ഞപ്പോ ഗിരിദേവൻ പറഞ്ഞു, ഉണ്ണിമോളെ, ഞങ്ങൾ ഉണ്ണിമോളിൽ നിന്ന് എന്തെങ്കിലും മറച്ചു കഴിച്ചായിട്ട് ഉണ്ണിമോൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാം. ഉണ്ട്, ഉറപ്പായിട്ടും ഗിരിദേവനും ഭാവയും എന്നിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ടെന്ന് പറയാം. ഈ സമയം ബാവ ഉണ്ണിമോളോട് പറഞ്ഞു, ഉണ്ണിമോളെ, ഒരു കാര്യം ചെയ്യാം, ഞാൻ ഉണ്ണിമോളോട് ഒരു കടങ്കഥ പറയാം. ആ കടങ്കഥയ്ക്കുള്ള ഉത്തരം എനിക്ക് ഞങ്ങൾക്ക് പറഞ്ഞു തരുവാണെങ്കിൽ ഉണ്ണിമോളുടെ ചോദ്യത്തിനുള്ള മറുപടി എല്ലാം പറഞ്ഞു തരാമെന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ ഉണ്ണിമോൾ ചോദിച്ചു, കടങ്കഥ? എന്ത് കടങ്കഥ? അത് ഞാൻ പറയാം. ഉണ്ണിമോൾ അതിന് ഉത്തരം കണ്ടെത്തണമെന്ന് പറയണം. ആദ്യം ഉണ്ണിമോൾ അതിന് ഉത്തരം കണ്ടെത്ത്, പിന്നീട് ഉണ്ണിമോൾ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടി പറയാന്ന് പറയണം. എന്താ കടങ്കഥ എന്താന്ന് പറയാണ്. പിന്നീട് പറഞ്ഞു, അതെ, മുക്കണ്ണൻ കത്തിച്ചാൾ മുട്ടി വിളിച്ചപ്പോൾ അരിയും പോവും, അകത്തും പുറത്തും പേമാരി എന്ന് പറയാണ്. ഇതെന്ത് കടങ്കഥ? ഇതെന്താന്ന് എനിക്ക് മനസ്സിലായല്ലോ. ഉണ്ണിമോള് വീണ്ടും അത് ഉരുവിടുവാണ്. മുക്കണ്ണൻ കത്തിച്ചാൾ മുട്ടി വിളിച്ചപ്പോൾ അരിയും പോവും, അകത്തും പുറത്തും പേമാരി. ഇതെന്താ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല വാവേന്ന് പറയണം. ഉണ്ണിമോള് കണ്ടുപിടിക്കാൻ പറയണം. ഞാൻ മുത്തശ്ശിയോടൊന്ന് ചോദിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഉണ്ണിമോൾ അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയം അനസൂയ ഇങ്ങനെ ഓരോന്നൊക്കെ ഓർത്തിരിക്കുവാണ്. അപ്പോഴേക്കും അനസൂയയുടെ അടുത്തേക്ക് വിനോദ് വരുവാണ്. വിനോദ് അങ്ങോട്ട് വരുന്നുണ്ട്. അനസൂയ ചോദിച്ചു, ആഹാ, ഇത്ര പെട്ടെന്ന് മലയ്ക്ക് പോയിട്ട് വന്നോ? നെയ്ത്തേങ്ങ അവിടെ കൊണ്ട് അഭിഷേകം നടത്തിയ വിനോദേട്ടാന്നൊക്കെ ചോദിക്കുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വിനോദ് പറഞ്ഞു, എനിക്ക് ശബരിമലയ്ക്ക് പോകാൻ പറ്റിയില്ലെന്ന് പറയാണ്. എന്താ എന്താ വിനോദേട്ട എങ്ങനെ പറയണേ? മലയ്ക്ക് പോകാൻ പറ്റിയില്ലെന്നോ? അത് മലയ്ക്ക് പോകാൻ പറ്റിയില്ലെന്ന് പറയണ കാര്യം എന്താ? അത് പിന്നെ അറിയാലോ, പോകുന്ന വഴിക്ക് എന്റെ കൂടെ രണ്ടുപേരും കൂടെ ഉണ്ടായിരുന്ന നീയല്ലേ പറഞ്ഞ അവരെ ഉപേക്ഷിച്ചിട്ട് പോവരെന്ന്. അവരെ കൊണ്ട് അങ്ങനെ പോണ സമയത്ത് അവർക്കും തീരെ വയ്യാതായി. പിന്നീടൊരു പുഴയില് കൈയും കാലും മുഖവും കഴുകാൻ ഞാൻ ഇറങ്ങണ സമയത്ത് എന്റെ ഇരുമുടിക്കെട്ട് പുഴയിൽ വീണെന്ന് പറയാണ്. ഇരുമുടിക്കെട്ടി പുഴയിൽ വീണോ? എന്നിട്ട് ആ സമയത്ത് അങ്ങോട്ട് ഒരാൾ വന്നു. അയാളെ പറഞ്ഞ് ഇരുമുടിക്കെട്ടി പുഴയിൽ വീണ് പോയല്ലോ. ഒരു പക്ഷെ ഉണ്ണിമോളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഉണ്ണിമോൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല. നിങ്ങൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പിന്നെ ആ ഇരുമുടിക്കെട്ട് എടുക്കാനൊന്നും മെനക്കെട്ടില്ല. ഞാൻ നേരെ ഉണ്ണിമോളുടെ അടുത്തേക്ക് പോവുക ചെയ്തേന്ന് പറയാ. അപ്പൊ ശബരിമലയ്ക്ക് പോയില്ല, നെയ്ഭിഷേകം നടത്തിയില്ല. ഇനിയിപ്പൊ എന്ത് ചെയ്യും? എനിക്കറിയില്ല എന്താന്ന്. പക്ഷെ അവിടെ വന്നു കഴിഞ്ഞപ്പോ മുത്തശ്ശിയ പറഞ്ഞേ, ഇനിയിപ്പം അവിടെ എന്നിട്ട് കാര്യമില്ല. ഉണ്ണിമോളുടെ അടുത്ത് ഇനിയിപ്പോ അമ്മയുണ്ടല്ലോ, അതുകൊണ്ട് ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു. നിന്റെ അടുത്തേക്ക് പോരാൻ പറഞ്ഞ. നിനക്കല്ലേ ഇപ്പം ആളുടെ ആവശ്യമുള്ള, നീ അല്ല ഗർഭിണിയായിട്ടുള്ളേ, അതുകൊണ്ട് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിടുക ചെയ്തേന്ന് പറയാ. പക്ഷെ ഒരു കാര്യമുണ്ട് അനസൂയെ, എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. എനിക്ക് എന്റെ ഉണ്ണിമോളുടെ ജീവനാ വേണ്ടേ. നിന്റെ വയറ്റിലെ ഒരു കുഞ്ഞിനെ ഒരിക്കലും ഞാനിപ്പോ ആഗ്രഹിക്കുന്നില്ല. അതിപ്പോ ഉണ്ണിമോൾക്ക് പകരമാണെങ്കിൽ എന്ന് ആര് വന്ന് പറഞ്ഞാൽ പോലും എനിക്കതൊന്നും വിശ്വസിക്കാണ്ട് പറ്റില്ല. ഇനി അയ്യപ്പസ്വാമി ഒന്ന് പറയുക ഉണ്ണിമോളുടെ ജീവനാണ് ദേ അകത്തുള്ളെന്ന് പറഞ്ഞാൽ പോലും എനിക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം ഉണ്ണിമോൾക്ക് പകരം ഉണ്ണിമോള് മാത്രമേ ഉള്ളൂ, വേറെ ആരും പറ്റില്ല എന്ന് പറയണം. അത് കേട്ടപ്പോ അനസ പറഞ്ഞു, എന്താ വിനോദേട്ടൻ ഇങ്ങനെ പറയണേ? ഇത് വിനോദേട്ടന്റെ ചോര തന്നെയല്ലേന്ന് ചോദിക്കാം. അതൊക്കെ ശരി തന്നെ, എന്റെ ചോര തന്നെയാണ്. പക്ഷെ ഒരിക്കലും എനിക്കത് എന്റെ ഉണ്ണിമോൾക്ക് പകരാവില്ല. എത്ര കുട്ടികൾ വന്നാലും എന്റെ ഉണ്ണിമോളെ പോലെ ആവാൻ ആർക്കും സാധിക്കില്ല. എനിക്ക് എന്റെ ഉണ്ണിമോളെ വേണ്ടേന്ന് പറയാം. വിനോദേട്ടാ, ഉണ്ണിമോൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥനകളും വഴിപാടുകളൊക്കെ നടത്തിയതല്ലേ? അത് ശരിയാ, പ്രാർത്ഥനകളും വഴിപാടുകളൊക്കെ നടത്തിയതാ. പക്ഷെ എനിക്ക് ഉണ്ണിമോളുടെ ജീവൻ വേണം. അതിന് പകരമായിട്ട് വേറൊന്നും വേണ്ട. അത് രക്ഷിക്കാനേ വേണ്ടി ഏതറ്റം വരെ ഞാൻ പോവാനും തയ്യാറാ എന്നും പറഞ്ഞ് വിനോദ അകത്തേക്ക് കയറി പോവാ. വല്ലാത്തൊരവസ്ഥയായി പോയി അനസൂയക്ക്. അനസൂയ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ആ സമയത്ത് മിനി അങ്ങോട്ട് വന്നു. എന്താ അനസൂയ കാര്യം എന്താന്ന് ചോദിക്കുകയാണ്. വിനോദ് വന്ന് പറഞ്ഞിട്ട് പോയ കാര്യങ്ങളൊക്കെ പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മിനി പറഞ്ഞു, വിനോദ് അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കും, പക്ഷെ നിന്റെ വയറ്റിൽ വളരുന്ന നിന്റെ വിനോദിന്റെയും കൂടെ ചോരയാണ്. അതിനെ ഇല്ലാതാക്കാൻ നീ ശ്രമിക്കരുതെന്ന് പറയാം. എനിക്ക് പേടി അതല്ല. ഇനിയിപ്പൊ വിനോദേട്ടന് ഈ വയറ്റിൽ വരുന്ന എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയിട്ട് ഉണ്ണിമോളെ രക്ഷിക്കുമെന്ന സംശയം. മിനി ചോദിച്ചു, അങ്ങനെയൊക്കെ സംഭവിക്കുമോ? എനിക്കറിയില്ല, എനിക്ക് നല്ല ഭയമുണ്ട്. വിനോദേട്ടനെ ഓർത്തിട്ട് നല്ല ഭയം തോന്നുന്നുണ്ട്. ഒരു പക്ഷെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല. ഉണ്ണിമോളുടെ ജീവൻ അപകടപ്പെടുത്തിക്കൊണ്ട് വിനോദേട്ടൻ ഒരിക്കലും ഈ കുഞ്ഞിന് സംരക്ഷണം തരാൻ പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ വിനോദേട്ടൻ ചിലപ്പോൾ നശിപ്പിച്ചിട്ട് ഉണ്ണിമോളെ രക്ഷിക്കാനാ നോക്കുള്ളൂ പറയണം. മിനി പറഞ്ഞു, അതും ഒരു കാരണവശാലും സംഭവിക്കരുത്. നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെയാണ് നീ രക്ഷിക്കേണ്ടതെന്ന് പറയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വരാട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.